കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. രണ്ട് ആറ്റം മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. തോംസൺസ് മോഡൽ ഓഫ് ആറ്റവും റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അത് വെച്ച് പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡൽസ് ആണ്. 1898 തോംസൺസ് മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത്. അന്ന് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ മോഡല് ഇതാണ്. ഇവിടെ ആറ്റത്തിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ സ്ഫെറിക്കൽ ഷേപ്പ് ആണ് ആറ്റത്തിന് എന്നാണ് തോംസൺ മോഡൽ പറഞ്ഞത്. മാത്രമല്ല അതിനകത്ത് ഇലക്ട്രോൺസും ഉണ്ട്, പ്രോട്ടോൺസും ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ പോസിറ്റീവ് ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. കൂടാതെ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് മാസും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ആ സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ള ആറ്റത്തില്. ഒന്ന് പോസിറ്റീവ് ചാർജ്, രണ്ട് മാസ് ഓഫ് ദി ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ഇലക്ട്രോൺസ് ഉണ്ടല്ലേ അവിടെ, ആ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ പോസിറ്റീവ് സ്ഫിയറിനകത്ത് എംബഡ് ചെയ്ത് പറ്റിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ റെഡ് ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് ആ പോസിറ്റീവ് സ്ഫിയറിൽ പറ്റിപ്പിടിച്ച് ഇരിക്കുകയാണ്. ഇതാണ് തോംസന്റെ മോഡൽ ഓഫ് ആറ്റം. ഇനി ഈ മോഡൽ ഓഫ് ആറ്റം മറ്റ് 2-3 പേരുകൾ കൂടിയുണ്ട്. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ. പുഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഫ്രിഡ്ജിന്റെ ഒക്കെ പരസ്യങ്ങൾ കാണിക്കുമ്പോൾ നല്ല ഫ്രിഡ്ജാണെന്ന് കാണിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പുഡിങ് ഒന്നും ഉടയാതെ കിട്ടുകയാണെങ്കിൽ നല്ല ഫ്രിഡ്ജിന്റെ പരസ്യമായിട്ടൊക്കെ പണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുഡിങ്ങിനകത്ത് നമ്മളിങ്ങനെ പ്ലം വെക്കില്ലേ, ആ പ്ലം വെച്ച് മോഡൽ പോലെ. പ്ലം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, റെയ്സിൻ പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ പുഡിങ്ങിനകത്ത് റെയ്സിൻസ്, മുന്തിരി, ഉണക്കമുന്തിരി ഇങ്ങനെ വെക്കുന്നത്, അങ്ങനെയും പേരുണ്ട്. അതല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ണിമത്തനാണ്. എന്താണ് തണ്ണിമത്തൻ? തണ്ണിമത്തൻ മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതിന്റെ ഫ്ലഷി പാർട്ടിനകത്ത് ഒരുപാട് സീഡ്സ്, അതിന്റെ കുരു ഉണ്ട് അല്ലെ, അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക. അവിടെയുള്ള ആ കുരുവിനെയാണ് ഇവിടെ ഇലക്ട്രോൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 പേരുകളില് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്കറിയാം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഓവറോൾ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. കാരണം രണ്ടും തുല്യമാണ്, അങ്ങനെ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓവറോൾ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. ടോട്ടൽ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചു? തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചു. എന്നാൽ പിന്നീട് നടന്ന പല പരീക്ഷണങ്ങളുടെയും റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. ഓക്കെ, അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. ഇനി ഈ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റിനും 1906 ഫിസിക്സില് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുകയും വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1906 തോംസണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, രണ്ടാമത്തെ ആറ്റം മോഡലാണ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡും അദ്ദേഹത്തിന്റെ 2 വിദ്യാർത്ഥികളും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തി ഈ മോഡൽ കണ്ടുപിടിക്കുന്നതിന് മുൻപ്. ആൽഫ പാർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജും 4 യൂണിഫൈഡ് മാസ് അറ്റോമിക് മാസുമുള്ള പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് He2 എന്നാണ്. ഹീലിയം ന്യൂക്ലിയസ് തന്നെയാണ്, പക്ഷെ അവിടെ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. ഇതാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. അടുത്തത് ലെഡ് പ്ലേറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു റേഡിയേഷൻസ് എല്ലാം പുറത്തേക്ക് പോകാതെ
ലെഡ് പ്ലേറ്റിൽ കൂടി കടത്തിയാ വിടുന്നത്. കാരണം റേഡിയേഷൻസിനെല്ലാം ഒരുപാട് ബാഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പം കറക്റ്റ് ആയിട്ട് ആ ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾസ് കടത്തി വിടുന്നത് ലെഡ് പ്ലേറ്റിൽ കൂടിയാണ്. ഇനി അവിടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് സ്ക്രീൻ പോലെ ആക്ട് ചെയ്യുന്നതിനകത്ത് ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡിന്റെ ഒരു പ്ലേറ്റ്. അതായത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 100 നാനോമീറ്റർ ആണ് ആ ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ്. ചെറിയ ഒരു തകിട്, വളരെ കനം കുറഞ്ഞ ഒരു തകിട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ നിന്ന് കടത്തിവിട്ടു. അത് ഗോൾഡ് ഫോയിലിൽ ചെന്നിടിച്ചു. തോംസന്റെ ആറ്റം മോഡൽ പറഞ്ഞത് പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസിൽ കൂടിയാണ് ഈ ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടത്. ആ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടപ്പോൾ തീർച്ചയായിട്ടും അവർ ചിന്തിച്ചത് ഇതാണ്, മിക്ക ആൽഫ പാർട്ടിക്കിൾസിനും ഡീവിയേഷൻസ് ഉണ്ടാകും, അവയുടെ സ്പീഡ് കുറയും ഈ ആറ്റത്തിനകത്ത് കയറുമ്പോൾ. ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആറ്റംസ് ഉണ്ട്. ആ ആറ്റംസിൽ ആര് പോയി ഹിറ്റ് ചെയ്യും? ഈ ആൽഫ പാർട്ടിക്കിൾ പോയി ചെന്ന് ഇടിക്കും. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി ആറ്റത്തിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ അവയ്ക്ക് കുറച്ച് സ്പീഡ് കുറയും, അതുപോലെ അവിടെ ഒരു ഡീവിയേഷനും ഉണ്ടാകും. അവയുടെ കാരണം ഒരു 2 പോസിറ്റീവുകൾ ചെന്ന് മുട്ടുമ്പോൾ അവിടെ റിപ്പൽഷൻ ഉണ്ടാകും അല്ലെ? അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ കണ്ട ഒബ്സർവേഷൻസ് ഇതൊന്നുമല്ല. ഇതാണ് കണ്ട ഒബ്സർവേഷൻസ്. ഒന്നാമത്തെ ഒബ്സർവേഷൻസ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അതിനുശേഷം വായിക്കട്ടോ. Most of the alpha particles passed through the gold foil undeflected. യാതൊരു തടസ്സവുമില്ലാതെ ആ ഗോൾഡ് ഫോയിലിൽ കൂടി ഈ ആൽഫ പാർട്ടിക്കിൾസ് കടന്നുപോയി. നമുക്ക് ഫ്രീ ആയിട്ട് കടന്നു പോകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് തന്നെയാണല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ അദ്ദേഹം കണ്ടത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ കണ്ടത്, a small fraction of alpha particles was deflected by small angles. ചെറിയ ചെറിയ ആംഗിൾസിൽ ഡിഫ്ലക്ട് ചെയ്തു കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ്. അപ്പൊ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? സപ്പോസ് ഇതാണ് ആറ്റം, ഇത് ഇതിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഇടിച്ച ഈ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ സൈഡിൽ പോയാലാണ് ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഇതിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇതിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇത് ഡിഫ്ലക്ട് ചെയ്യും ത്രൂ സ്മോൾ ആംഗിൾസ്. അങ്ങനെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിനാണ് അങ്ങനെ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. ഇനി മൂന്നാമത്തെ കാര്യം കണ്ടത്, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് അറ്റ് 180 ഡിഗ്രി. പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു ചില ആൽഫ പാർട്ടിക്കിൾ. നോക്കിക്കേ, ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ന്യൂക്ലിയസിൽ ചെന്ന് ഇടിച്ചപ്പോൾ അവ എന്ത് സംഭവിച്ചു? 180 ഡിഗ്രി ആംഗിളിൽ അത് തിരിച്ചു വന്നു അല്ലെ? അപ്പം ഇതാണ് അദ്ദേഹം കണ്ട ഒബ്സർവേഷൻസ്. സോ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് അറ്റ് 180 ഡിഗ്രി. ഈ 3 ഒബ്സർവേഷൻ ആണ് കണ്ടത്. ഇതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എല്ലാ കൊല്ലം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Most of the alpha particles passed through the gold foil undeflected. Undeflected ആയിട്ട് കടന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആറ്റത്തിന്റെ മിക്കവാറും സ്പേസ് എന്താണ്? എംപ്റ്റി ആണ്, ശൂന്യമാണ് എന്ന് മനസ്സിലായി അല്ലെ? അതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. So the first conclusion is most of the space in the atom is empty. ശൂന്യമാണ് എന്ന് കണ്ടെത്തി. ഇതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ അദ്ദേഹം കണ്ടെത്തിയത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കേ, ഈ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. എപ്പോഴാണ് ആൽഫ പാർട്ടിക്കിളിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? അതൊരു പോസിറ്റീവ് സെന്ററിൽ അടുത്തുകൂടി പോകുമ്പോൾ അല്ലെങ്കിൽ അതിൽ ചെന്നിരിക്കുമ്പോൾ. അങ്ങനെ പോസിറ്റീവ് സെന്ററിന്റെ അടുത്തുകൂടി പോയപ്പോൾ മാത്രമാണ് ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. അത് വളരെ കുറച്ച് പാർട്ടിക്കിൾസിനെ സംഭവിച്ചുള്ളൂ അല്ലെ? അതിന്റെ അർത്ഥം ഈ പോസിറ്റീവ് ചാർജ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു? ഒരു ചെറിയ റീജിയണില് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ രണ്ടാമത്തെ ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? The positive charge is concentrated in
is concentrated in a very small region. വളരെ ചെറിയൊരു റീജിയനിൽ ആര് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു? ഈ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത് എന്താണ്? വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്. വളരെ കുറച്ച്, അതിലും കുറച്ച്, രണ്ടാമത്തതിലും കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ആണ് 180 ഡിഗ്രി ആംഗിളിൽ തിരിച്ചു വന്നത്. അതായത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസ്. അപ്പൊ ആ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് എന്ന് നിഗമനത്തിലെത്തി. സോ ദ തേർഡ് വൺ ഈസ് വോളിയം occupied by the nucleus. Volume occupied by the nucleus is very small. വളരെ ചെറുതാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ആറ്റം. ആറ്റത്തിന്റെ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് തീരെ ചെറുതാണ് എന്നുള്ള നിഗമനത്തിലെത്തി. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ആറ്റത്തിന്റെ സൈസ് പറയുകയാണെങ്കിൽ ആറ്റത്തിന്റെ റേഡിയസ് 10⁻⁻10 മീറ്റർ ആണ് എങ്കിൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി 10⁻⁻15 മീറ്റർ. ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് ആറ്റത്തിന്റെ റേഡിയസ് ആണെങ്കിൽ ഇത് ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് 10⁻15 മീറ്ററേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് ബോൾ കണ്ടിട്ടുണ്ട് അല്ലെ? ആ ക്രിക്കറ്റ് ബോൾ ന്യൂക്ലിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ക്രിക്കറ്റ് ബോളിന് ചുറ്റും 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ, അതാണ് ആറ്റമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. നോക്കിക്കേ എന്ത് വ്യത്യാസമാണെന്ന് നോക്കി. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ആ 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ നടുക്കാരിയിരിക്കുന്നു നമ്മുടെ ഈ ന്യൂക്ലിയസ് ആയ ക്രിക്കറ്റ് ബോള് ഇരിക്കുന്നു. അത്രയും ഡിഫറൻസ് ആറ്റത്തിന്റെ ന്യൂക്ലിയസും ആറ്റവും തമ്മിലുണ്ട്. ഓക്കെ, അപ്പൊ റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കണ്ട ഒബ്സർവേഷൻസും അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻസും നന്നായിട്ട് പഠിക്കുക. ഇത് വെച്ചിട്ടാണ് അദ്ദേഹം റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഉണ്ടാക്കിയത്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയതിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ന്യൂക്ലിയർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. The positive charge and most of the mass of an atom is concentrated in a very small region called nucleus. ആ മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിന്റെ മാസും എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു? ആ ചെറിയ റീജിയൻ ആയ ന്യൂക്ലിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. സപ്പോസ് ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിലാണ് ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും അതുപോലെ ആ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ദിസ് ഇസ് ദി ന്യൂക്ലിയസ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ്. ഇനി ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എവിടെയാണ്? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ആര് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് കറങ്ങുന്ന? ആ ഒരു പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഇതാണ് ഓർബിറ്റ്. സോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. ഇതാണ് സർക്കുലർ പാത്ത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന്. ഇത് സോളാർ സിസ്റ്റത്തിന് സിമിലർ ആണ്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ. അപ്പം സൂര്യൻ കേന്ദ്രബിന്ദുവാണ്. ഇവിടെ സൂര്യന് പകരമാരാണ്? ന്യൂക്ലിയസ് ആണ്. ചുറ്റും ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മോഡലാണ് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. സോ ആൻഡ് ഇറ്റ് റിസംബിൾസ് ദി സോളാർ സിസ്റ്റം. ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിൽ
ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇനി എന്തൊക്കെയാണ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കണ്ടു, ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സിൽ കൂടി ആര് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഇത് ആരെ പോലെ സിമിലർ ആണ്? സോളാർ സിസ്റ്റത്തെ പോലെ സിമിലർ ആണെന്നും നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള കൂളോം ഫോഴ്സ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. രണ്ടും തമ്മിൽ സിമിലർ ആണെന്നാണല്ലോ പറഞ്ഞത്. കൂളോം ഫോഴ്സ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. K(Q1Q2) ഡിവൈഡഡ് ബൈ R². ഇക്വേഷൻ ആണ്. ഇവിടെ Q1 Q2 എന്ന് പറയുന്നത് ചാർജസ് ആണ്. അത് രണ്ടും ചാർജസ് ആണ്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്, ഡിസ്റ്റൻസ് ആണ്. ഇനി ഇതുപോലെ ഇതിനെ സോളാർ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു G into M1 M2 ഡിവൈഡഡ് ബൈ R². ഇവിടെ M1 M2 എന്ന് പറയുന്നത് മാസസ് ആണ്. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ M1 M2 എന്ന് പറയുന്ന മാസസ് ആണ്. R എന്ന് പറയുന്നത് ഈ മാസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു സിമിലാരിറ്റി കാണാം. ഈ കൂളോം ഫോഴ്സ് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ആണിത്. ഇത് സണ്ണും പ്ലാനറ്റ്സും തമ്മിലുള്ള ഫോഴ്സ് ആണ്. അവിടെ തന്നെ നമുക്കൊരു സിമിലാരിറ്റി കാണാം ഈ രണ്ട് ഇക്വേഷനിൽ തന്നെ. ഓക്കെ, ഇനി ക്ലാസിക്കൽ മെക്കാനിക്സ് ഈ സോളാർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയററ്റിക്കൽ സയൻസ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ ലോസ് ഓഫ് മോഷൻ പറയുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. സോളാർ സിസ്റ്റത്തില് സണ്ണിന് ചുറ്റും വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സിൽ കൂടി ആര് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്? പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. ആ പ്ലാനറ്റ്സിന്റെ കൃത്യമായ പൊസിഷനും എല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഒരു ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ ബോഡിയുടെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഇവിടെ നിന്ന് ബോഡി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ബോഡി ഈസ് അണ്ടർ ആക്സിലറേഷൻ. അല്ലെ, ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അത് എന്തിനു വിധേയമാകുന്നു? ആക്സിലറേഷന് വിധേയമാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച്, മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് എങ്കിൽ, സപ്പോസ് സോളാർ സിസ്റ്റത്തിന് സിമിലർ ആണ് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എന്തിനു വിധേയമായിക്കൊണ്ടിരിക്കുന്നു? ആക്സിലറേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ ആക്സിലറേറ്റ് ചെയ്ത ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഷുഡ് എമിറ്റ് എനർജി കണ്ടിന്യൂസ്ലി ഓർ എമിറ്റ് റേഡിയേഷൻസ്. ഈ റേഡിയേഷൻസിന് എനർജി ഉണ്ടാവും അല്ലെ. അങ്ങനെ എമിറ്റ് ചെയ്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് അതിന്റെ എനർജി കുറഞ്ഞു ഏറ്റവും അവസാനം അത് എവിടെ വന്ന് വീഴും? ഈ ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴും. അങ്ങനെ ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്ന കാൽക്കുലേഷൻസ് കാണിച്ചിരിക്കുന്നത് 10⁻⁻8 സെക്കൻഡ് മാത്രം മതി. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആക്സിലറേഷൻ, ആക്സിലറേഷൻ ഉള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ they will emit radiations or energy and they will at last fall into the nucleus. ന്യൂക്ലിയസിൽ വീഴും. ഇതാണ് പുറമേ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിങ്ങനെ കറങ്ങി ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും. ഇങ്ങനെ ഒരു കാര്യം ആറ്റത്തിൽ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ ആ ന്യൂക്ലിയസ് ഇല്ലാതെ തീരെ ചുരുങ്ങി പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. അതായത് മാക്സ്വെല്ലിന്റെ ഈ തിയറിക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ആറ്റം തന്നെ അൺസ്റ്റേബിൾ ആയിട്ട് മാറുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലെ. ഏറ്റവും അവസാനം ന്യൂക്ലിയസിലേക്ക് വന്ന് ഈ ഇലക്ട്രോൺസ് വന്ന് വീഴുമ്പോൾ ആറ്റം അൺസ്റ്റേബിൾ ആയിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. ദാറ്റ് ഈസ് ദ ഡ്രോബാക്ക്. ഫസ്റ്റ് ഡ്രോബാക്ക്, could not explain stability of the atom. Explain the stability of
ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അതിനെ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ, നൗ സെക്കൻഡ് വൺ, ഇറ്റ് സീസ് നത്തിങ് അബൌട്ട് ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ. ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഈ ഇലക്ട്രോൺസിന്റെ എനർജി എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനർജി ഓഫ് ഇലക്ട്രോൺസ്, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആര് പറഞ്ഞിട്ടില്ല? റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞിട്ടില്ല. സോ ദീസ് ആർ ദ ടു ഡിമെറിറ്റ്സ് ഓഫ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് and write its conclusions. അവിടെ നമ്മൾ ഒബ്സർവേഷൻസും കണ്ടു, കൺക്ലൂഷൻസും കണ്ടു, രണ്ടും എഴുതി പഠിക്കണം കേട്ടോ. Now second one, what are the postulates of Rutherford's model of atom? Write its demerits. ഏതൊക്കെയാണ്? 3 പോസ്റ്റുലേറ്റ് കണ്ടില്ലേ? ആ 3 പോസ്റ്റുലേറ്റ് എഴുതണം. അതുപോലെ അതിന്റെ 2 ഡിമെറിറ്റും എഴുതി പഠിക്കണം. Now third one, write a short note on Thomson's model of atom. തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.